കൊമ്പുച്ചന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമ്മൾ 1-2 ലിറ്റർ ചായ ഉണ്ടാക്കണം. അതിലോട്ട് ഏകദേശം 60 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്തത്. ചായ ചൂടാറിയതിന്റെ ശേഷമാണ് നമ്മൾ കൊമ്പുച്ച അടയാൻ പോകുന്നത്. കൊമ്പുച്ചന്റെ സ്കോപ്പ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എന്നിട്ട് ചൂടാറിയ ചായ ഒരു ഗ്ലാസ് ജാറിലോട്ട് ഒഴിച്ചിട്ട് ആ ഗ്ലാസ് ജാറിലോട്ട് കൊമ്പുച്ചന്റെ സ്കോപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് മൂടി വെച്ചിട്ട് 10-13 ദിവസം ഇരുട്ട് മുറിയിലും. അത് കഴിഞ്ഞ് എടുത്തിട്ടാണ് നമ്മൾ ഫ്രൂട്ട് ആഡ് ചെയ്യുന്നത്. ഫ്രൂട്ടിന്റെ ജ്യൂസ് ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ പൈനാപ്പിളും മാംഗോ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് ജ്യൂസും കൊമ്പുച്ചയും കൂടെ മിക്സ് ചെയ്തിട്ട് എയർ ടൈറ്റ് ബോട്ടിലിൽ ആക്കിയിട്ട് 3 ദിവസം വീണ്ടും ഫെർമെന്റ് ചെയ്യാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് നമ്മൾ കുടിക്കേണ്ടത്. കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടാൽ സംഗതി അടിപൊളി. കൊമ്പുച്ചയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ ഏകദേശം ആ പ്രോബയോട്ടിക് ബാക്ടീരിയകൾ അതിന്റെ ഫുഡ് ആക്കിയിട്ട് അങ്ങനെയാണ് ബാക്ടീരിയകൾ ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ആഡ് ചെയ്യുന്ന ഷുഗർ നമുക്ക് അത്ര ഹാംഫുൾ അല്ല. മാത്രമല്ല കൊമ്പുച്ച എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പ്രോബയോട്ടിക് ഡ്രിങ്കും കൂടെയാണ്. നമുക്ക് ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തിയ കുറച്ചും കൂടെ രസമായിരിക്കും. ചിലർക്ക് തൈരും മോരൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കഫം വരുന്ന അലർജിക് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനത്തെ കൊമ്പുച്ചയാണ് പരിഹാരം. അപ്പൊ ഇങ്ങനത്തെ ഹെൽത്തി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇനി സേവ് ചെയ്ത് ചെളി ഫോളോ ചെയ്ത് ചെളി.